താമരയിൽ ചാക്കടപ്പ് പൂക്കുമ്പോൾ മിസ്റ്റർ എലിവേഷം. എലിവേഷൻ അല്ല, ടെലിവിഷൻ. എലിവേഷത്തിനേക്കാളും വലിയ വിഷമാണ് നിന്നിലൂടെ ഇപ്പൊ നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത്. നീ അങ്ങനെയൊന്നും പറയില്ല, ഇത് ഞാൻ പടച്ചു വിടുന്നതല്ല. ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നു, കാണുന്നു. വേറെ കാര്യമുണ്ട്, ഞങ്ങളിപ്പോ സ്മാർട്ട് ടിവികളാണ്, സ്മാർട്ട് ടിവികൾ. നിന്റെ സ്മാർട്ട് ടിവിയുടെ കാര്യമൊന്നും പറയണ്ട. പണ്ട് നീ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടെ നിനക്കൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തോന്ന്? വിഡ്ഢിപ്പെട്ടി. അതാ നല്ലത്. വിട്ടിപ്പെട്ടി ആണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ഓരോ ഇഞ്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എടാ, എത്ര ഇഞ്ച് കൂടിയാലും 4 ഇഞ്ചുള്ള റിമോട്ട് വെച്ച് ഞെക്കുമ്പോഴല്ലടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അത് ശരിയാണ്. ഈ റിമോട്ട് വെച്ച് എപ്പോഴും അങ്ങോട്ടും മാറ്റുമ്പോഴേ ഈ ചാനൽ മാറി എനിക്ക് ഭയങ്കര ക്ഷീണോളിയാ. നിനക്കെന്താ ഓണക്ഷീണോ? ഓ, ഓണക്ഷീണം. ഓണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഓണത്തിന് എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് അറിയാമോ? ഓണ പാട്ടുകൾ ഉണ്ടായിരുന്നു, ഓണക്കളികൾ ഉണ്ടായിരുന്നു, ന്യൂസ് ചാനലിൽ ഓണ തല്ലുണ്ടായിരുന്നു. ഓണ റേറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണ റേറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. റേറ്റിംഗിനെക്കാളും കൂടുതൽ എന്നെ ഓണാക്കി വെച്ചിട്ട് ആൾക്കാർ ഈറ്റിംഗ് ആയിരുന്നു. ഈ ഈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈറ്റിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന സാധനങ്ങൾ എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് എന്റെ അകത്തോട്ട് വെച്ച് അടച്ചങ്ങ് വയ്ക്കും. ഞാൻ അതിനകത്ത് ശ്വാസം മുട്ടി ഇരിക്കും, അറിയാവോ? ആണോ? തിരുവോണത്തിന് വെച്ച സാമ്പാർ പുളിശ്ശേരിയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്.